എന്തടാ ഇത്? പത്മിനി ടീച്ചറുടെ പടം വരച്ച കൂട്ടുകാരനടാ നമ്മള്. അങ്ങനെയൊന്നും പറയരുത് സാർ. സാറോ? ഞാനോ? എടാ നിന്റെ പഴയ പട്ടരല്ലടാ ഞാന്. നീ ഒരു കാര്യം ചെയ്യും, ഇദ്ദേഹത്തെയും കൂട്ടി വീട്ടിൽ പോയി ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാം. ഒരു ചെറിയ ജീവിതമല്ലടാ, ഒരു പൊടി ജീവിതം. വെറുതെ വഴക്കൊക്കെ ഇട്ട് ഇനി കോടതിയും കേസൊന്നും വേണ്ട കേട്ടോ. ശരി സാർ. വിക്രമം കറക്റ്റായി. ഏറ്റവും വലിയ കോടതി നമ്മുടെയൊക്കെ മനസ്സല്ലടാ. ഞാൻ വരുന്നുണ്ട്, നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. കൂടണ്ട എളിയാ. അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. കുടിക്ക. എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇവന്റെ മുഖം എവിടെടാ? ഈ മുടിയൂർ കോണത്ത് ഇത്രയും മുടിയന്മാരിത് എവിടെ നിന്ന് വന്നു? അണ്ണാ അങ്ങനെ അങ്ങ് അടച്ച് ആക്ഷേപിക്കരുത്. അണ്ണൻ ഈ മുടിയൂർ കോണത്ത് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അണ്ണൻ എന്താ തലയും മുടിയില്ലാത്ത? അത് ശരിയാ, അത് സയൻസാ. നല്ല മുടിയുള്ള അച്ഛന്റെ മകന് മുടി കുറവായിരിക്കും. അത് കറക്റ്റ്. അപ്പൊ എന്റെ അച്ഛനോ? മുടിയില്ലാത്ത ആരോ ഒരാളാണ് നിന്റെ അച്ഛൻ. കളിയാ, ഒന്ന് ഓർത്തോക്ക്. അമ്മേ, ഇനി അറിഞ്ഞ് ദൈവത്തെ വിളിച്ചോ, അതേ ഉള്ളു മാർഗം. അവിടെ കുറെ ചേട്ടന്മാരുന്ന് വെള്ളം അടിക്കാണ്. അതിലൊരു ചേട്ടൻ പുകഞ്ഞു നിൽക്കാണ്. എന്തു മനോഹരമായ കാഴ്ച. അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം. ഒരു വെള്ള വണ്ടി വരുന്നുണ്ട്. പോലീസ് വണ്ടി ഓടിക്കോ. പോലീസ് എത്തിക്കഴിഞ്ഞു. ഇനി എന്തു സംഭവിക്കാം? ഇനി നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. വരൂ ഗൈസ്. ഓടൂല, സൂക്ഷിച്ചു നോക്ക്. ആകാശം ചുമക്കുന്നു, ഭൂമി നാറുന്നു. കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ മഞ്ഞ് വീഴ്ച. എന്തോന്ന്? ആകാശം കറങ്ങുന്നു, ഭൂമി കറങ്ങുന്നില്ല. കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ. ഒരു ചേട്ടൻ ഓടി വരുന്നുണ്ട്. ഹനുമാൻ സ്വാമിയോ? ചാടിയിരിക്കുന്നത്. അമ്മ, ഇത് നമ്മുടെ ശശാങ്കനാ. അവ ഇപ്പൊ വലിയ സ്റ്റാറായി. ലോക റെക്കോർഡെന്നാ പറയുന്നേ. ലോക റെക്കോർഡ് 8.95. 9.4 ഇവൻ ചാടി. ഇത് വൈറലായോ മോനെ? പിന്നെ 20 വർഷമായിട്ട് ദൈവഭജനം പറയുന്നു. ഇതുവരെ ഒന്നും വൈറലായിട്ടില്ല. അതിന് വഴിയുണ്ട്.
ഇത്രയും കാലം കർത്താവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് കിടന്നല്ലേ, ഇനി കർത്താവിനെ തെരുവറ, അത് വൈറലായിക്കോളും. അത് ശരി. മണ്ടത്തരത്തിനും വിവരക്കേടിനും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒന്നാമതായി വരുന്ന ഈ ദൈവദാസിയോട് കർത്താവെ പൊറുക്കണമേ. ചേട്ടനെ കർത്താവ് വിളിക്കൂ. ഒന്ന് പോടാ. മാന്യമഹാമുടിയൂർക്കോണം നിവാസികളെ, മുടിയൂർക്കോണത്തിന്റെ പൊന്നോമന പുത്രൻ ശശാങ്കൻ ഒളിമ്പിക് റെക്കോർഡ് മാധ്യമ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ മാറ്റിമറിക്കുന്ന മധുര മനോജ്ഞ മനസ്സരിക പ്രകടനം കാണാൻ ഏവരെയും സവിനയം സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു കരയിൽ നിന്നും മറു കരയിലേക്ക് ഒരു ഇനി ചിലർക്കൊക്കെ ഇങ്ങനെ ചാടിക്കടക്കേണ്ടി വരും. വഴി ഞാനങ്ങ് അടയ്ക്കും. അച്ഛാ നമ്മൾ ചാടിക്കിടക്കേണ്ടി വരും. ഇല്ല മോനെ, അവനെ നമ്മൾ ചാടിക്കും. ഓ, താൻ എസ് പിക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് എന്തായി? ഏറ്റില്ലല്ലേ? താനൊരു അച്ഛാ ഒരു മതിലും കെട്ടത്തില്ല. നമുക്ക് കാണാം. കാണാം. അച്ഛാ എന്നെ കൂടെ കൊണ്ടുപോണേ. പിന്നെ മോനെ കൊണ്ടുപോകാതിരിക്കും, അവന്റെ നെഞ്ചത്തൂടെ തന്നെ പോവും. നമ്മുടെ ഈ മുടിയൂർക്കോണം പഞ്ചായത്തിന്റെ അഭിമാന താരമായ ശശാങ്കൻ ഇന്നിതാ തന്റെ ലോക റെക്കോർഡ് ചാട്ടം വീണ്ടും അവതരിപ്പിക്കുകയാണ്. എത്രയെത്ര മതിലുകളാ ശശാങ്കൻ ചാടിക്കടന്നിട്ടുള്ളത്. അവൻ പെണ്ണുങ്ങളുടെ കുളിമുറിയിൽ ചാട്ടക്കാരനായിരുന്നു. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെ അതെ. നമ്മുടെ ശശാങ്കൻ ഒരു ലോക അത്ഭുതമായി മാറിയിരിക്കുന്നു. മുടിയൂർക്കോണം 1-ാം വാർഡിലെ വിവേകികളായ യുവാക്കൾ പിരിച്ചെടുത്തു നടത്തുന്ന ശശാങ്കന്റെ ചാട്ടത്തിലേക്ക് ഈ മെമ്പർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിന്റെ അഭിമാനമായ ശശാങ്കൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് സന്തോഷപൂർവം, ആദരപൂർവം, ബഹുമാനപൂർവം ശശാങ്കനെ ഇപ്പൊ പറയാൻ സമയമില്ല. കൊണ്ടുപോകാൻ നിന്റെ ഒരു മൈക്ക് കുന്ത്രണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങൾ രണ്ടുമൊക്കെ പറയട്ടെ. വല്ലാത്ത കേസ്. സാർ, മുടിയൂർക്കോണത്തെ കുട്ടികളെ ചാട്ടം പഠിപ്പിക്കാനായി സാർ കുളം കുഴിക്കുന്നതായിട്ടായിരുന്നു. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? സാർ പണ്ടൊക്കെ ശേഖരിച്ചു തുടങ്ങിയോ? ശശാങ്കൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഒരു ചെക്കോസ്ലോവാക്യക്കാരനും കഴിയില്ല. സാറേ ഞാൻ വിളിച്ചോളാം. നമസ്കാരം സാറേ. നമസ്കാരം. ഞാനാടോ ആ ലോക റെക്കോർഡിന്റെ കാരണക്കാരൻ. അതെ, സാറ് വിചാരിച്ചോണ്ട് നടന്നു. എടോ കുട്ടികൃഷ്ണ, ആ ടി വിക്കാരന്മാരനെ മൈൻഡ് ചെയ്യുന്നില്ലടോ. യവന്മാരെ തരത്തിന് കൈ കിട്ടിയ ഞാനങ്ങ് ചവിട്ടി കൂട്ടിയേ. യഥാർത്ഥത്തിലുള്ള സൂപ്പർ സ്റ്റാർ സാറ് തന്നെ അല്ലയോ? എടോ കുട്ടികൃഷ്ണ, തനിക്ക് ഞാൻ ബോധമുള്ളൂ. എന്തായാലും സാറ് കാരണം നമ്മുടെ ഈ മുടിയൂർക്കോണം പഞ്ചായത്തിൽ ലോകം മുഴുവൻ അറിയപ്പെട്ടു. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി സാറേ, വാ മോനെ. ശശാങ്കൻ അതാ ചാടാൻ തയ്യാറായി കഴിഞ്ഞു. മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാം ശ്രദ്ധയ്ക്ക്. റെഡി, 1, 2, 3. ചാടിക്കോ ചേട്ടാ. വെള്ളത്തിൽ ചത്താടാ എന്റെ അമ്മ. പഞ്ചായത്തിന് നാണക്കേടായാലോടാ. വല്ലാത്ത ചതിയായിപ്പോടാ ശശാങ്ക. നീ ഇനി ചാടുവോടാ? അമ്മച്ചാണ് ഞാൻ ചാടില്ല.
എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അങ്ങനെ പറയല്ലേടാ. ഇനി ഞാൻ ഒരിക്കലും ഞാൻ ചാടില്ല. നാണം കെടുത്തുമല്ലേ? മെമ്പറെ നാണം കെടുത്താതെടാ. പിരിച്ച കാശ് ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? ചാടടാ.